നമസ്കാരം. റെഡ് ബുൾ ക്രിക്കറ്റിൽ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയുടെ കഷ്ടകാലം ഉടനെ ഒന്നും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ എല്ലാ റോളുകളിലും അദ്ദേഹം ഒരുപോലെ ഫ്ലോപ്പ് ആവുന്നത് തുടരുകയാണ്. 6ാം നമ്പർ വിട്ട് 4ാം ടെസ്റ്റിന്റെ 1ാം ഇന്നിംഗ്സിൽ രോഹിത് ഓപ്പണിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും അവിടെയും ദുരന്തമായി മാറിയിരുന്നു. ഇതോടെ രോഹിത് വിരമിക്കണമെന്ന ആവശ്യവും സോഷ്യൽ മീഡിയയിൽ ശക്തമായിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിക്കുമെന്നാണ് ആരാധകർ ആവശ്യപ്പെടുന്നത്. രോഹിത്തിന്റെ ക്യാപ്റ്റൻസിക്കെതിരെയും വലിയ വിമർശനങ്ങളാണ് ഈ പരമ്പരയിൽ ഉയരുന്നത്. ഇതുകൂടാതെയാണ് ബാറ്റിംഗിലും അദ്ദേഹം തുടരെ ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. പെർത്തിലെ 1ാം ടെസ്റ്റ് നഷ്ടമായ രോഹിത് ശർമ്മ 2ാം അംഗം മുതലാണ് ഇന്ത്യൻ ടീമിനൊപ്പം ചേർന്നത്. KL രാഹുൽ ഓപ്പണറായി തിളങ്ങിയതോടെ 2ാം ടെസ്റ്റ് മുതൽ രോഹിത് തന്റെ പഴയ ബാറ്റിംഗ് പൊസിഷനായ 6ാം നമ്പറിലേക്ക് മാറുകയും ചെയ്യുകയായിരുന്നു. പക്ഷേ പരമ്പരയിലെ 4ാം ഇന്നിംഗ്സിലും ഈ റോളിൽ അദ്ദേഹം ഫ്ലോപ്പായി. ഇതേ തുടർന്നാണ് മെൽബണിലെ 4ാം ടെസ്റ്റിൽ തന്റെ ഫേവറേറ്റ് പൊസിഷനായ ഓപ്പണിംഗിലേക്ക് രോഹിത് മടങ്ങിയെത്തിയത്. രാഹുലിനെ 3ാം നമ്പറിലേക്ക് മാറ്റുകയായിരുന്നു. ഓപ്പണിംഗിൽ രോഹിത് തന്റെ യഥാർത്ഥ മാജിക്കൽ ടച്ച് വീണ്ടെടുക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. വെറും 5 ബോളുകളുടെ ആയുസ് മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. ഓസീസ് നായകൻ പാറ്റ് കമ്മിൻസ് എറിഞ്ഞ 2ാം ഓവറിലെ അവസാനത്തെ ബോളിൽ രോഹിത് ക്ലീൻ ബൗൾഡ് ആവുകയായിരുന്നു. നേടാനായത് 3 റൺസ് മാത്രം. ഓഫ് സ്റ്റമ്പിന് പുറത്തേക്ക് പോയ ഷോർട്ട് ബോളിൽ അദ്ദേഹം പുൾ ഷോട്ടിന് തുനിയുകയായിരുന്നു. പക്ഷെ ടൈമിംഗ് പാളിയപ്പോൾ ടോപ്പ് എഡ്ജായ ബോൾ നേരെ മുകളിലേക്ക് വരുന്നു. മിഡോണിൽ നിന്നും വലതുഭാഗത്തേക്ക് ഓടിയ ശേഷം സ്കോട്ട് ബോളണ്ട് ഇത് പിടികൂടുകയായിരുന്നു. രോഹിത് ശർമ്മ മറക്കാൻ ആഗ്രഹിക്കുന്ന ഓസ്ട്രേലിയൻ പര്യടനമായി ഇത്തവണത്തെ ബോർഡർ ഗവാസ്കർ ട്രോഫി മാറിയിരിക്കുകയാണ്. 3 ടെസ്റ്റുകളിലായി ഇതിനകം കളിച്ച 4 ഇന്നിംഗ്സുകളിൽ നിന്നും 5.5 എന്ന ദയനീയ ശരാശരിയിൽ വെറും 22 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് സ്കോർ ചെയ്യാനായത്. ഉയർന്ന സ്കോർ 10 റൺസുമാണ്. ഇന്ത്യൻ നായകന്റെ അവസാനത്തെ 10 ടെസ്റ്റ് ഇന്നിംഗ്സുകൾ എടുത്താൽ ഇതിൽ 6ലും ഒറ്റയൊക്കെ സ്കോറിനാണ് പുറത്തായിട്ടുള്ളത്. ബാറ്റിംഗ് ശരാശരി 11.30 മാത്രമാണ്. 3, 10, 6, 3, 18, 11, 8, 0, 2, 52, 23 എന്നിങ്ങനെയാണ് സ്കോറുകൾ. രോഹിത്തിന്റെ അവസാനത്തെ 20 ടെസ്റ്റ് ഇന്നിംഗ്സുകൾ നോക്കിയാൽ ഇവയിൽ ഒരേ ഒരു സെഞ്ചുറി മാത്രമേ നേടാനായിട്ടുള്ളൂ. ഈ വർഷം മാർച്ചിൽ ഇംഗ്ലണ്ടുമായി നാട്ടിൽ നടന്ന ടെസ്റ്റിലായിരുന്നു ഹിറ്റ്മാൻ അവസാനമായി 3 അക്കത്തിലെത്തിയത്. ഇന്ത്യക്കൊപ്പം ഓപ്പണിംഗിലും ഫ്ലോപ്പായി മാറിയതോടെ രോഹിത് ശർമ്മയുടെ വിശ്വാസം ആരാധകർക്ക് പൂർണ്ണമായി നഷ്ടമായിരിക്കുകയാണ്. ഇനി വിരമിക്കുകയല്ലാതെ ഹിറ്റ്മാന് മുന്നിൽ മറ്റ് ഓപ്ഷനുകൾ ഇല്ലെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. രോഹിത് ശർമ്മയെ കൊണ്ട് ഓപ്പണിംഗ് പറ്റില്ല. 6ാം നമ്പറിലും കളിക്കാൻ കഴിയില്ല. ടീമിനെ നന്നായി നയിക്കാനുമാവില്ല. പിന്നെ എന്തിനാണ് ടീമിന് ഭാരമായി അദ്ദേഹത്തെ കളിപ്പിക്കുന്നത്? ഉടൻ വിരമിക്കുന്നതാണ് രോഹിത്തിന് ചെയ്യേണ്ടതെന്നും സോഷ്യൽ മീഡിയയിൽ ഫാൻസ് കുറയ്ക്കുന്നുണ്ട്. നിലവിൽ ഇന്ത്യൻ ടീമിലെ ഏറ്റവും വലിയ ബാധ്യതയാണ് രോഹിത് ശർമ്മ. ബാറ്റിംഗ്, ക്യാപ്റ്റൻസി തുടങ്ങിയ എല്ലാ റോളിലും അദ്ദേഹം ഒരുപോലെ പരാജയമാണ്. ഇങ്ങനെ ഒരാളെ ഇനി ടീമിൽ നിലനിർത്തേണ്ട ആവശ്യമില്ലെന്നും ആരാധകർ ആഞ്ഞടിക്കുകയാണ്.